ഹലോ ഗൈസ്, ഇപ്പോൾ ഒരു വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് കുറച്ച് വിളവെടുക്കാനുണ്ട്. കാരണം ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇത് കണ്ടല്ലോ, നമുക്ക് ഇത് വിളവെടുക്കാനുണ്ട്. ഒരു കോളിഫ്ലവറാണ്, പിന്നെ ചീരയുണ്ട്. കോളിഫ്ലവർ ചീരയും നമുക്ക് എടുക്കാം. പിന്നെ വഴുതന എടുക്കാനുണ്ട്. ആവശ്യത്തിന് കുറച്ച് മുളക് എടുക്കണം. മുളക് പിന്നെ അതിലെടുത്താൽ മതി. തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ. ക്യാബേജ് കോളിഫ്ലവർ, ചീര, വഴുതന. നമുക്ക് എടുത്തു തുടങ്ങാവേ. ഒരു സന്തോഷ വാർത്തയുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് കോവൽ കുറേ കാലം കൊണ്ട് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വേണ്ട തൈ മേടിച്ച് വെച്ചിട്ട് പോലും കിട്ടാതിരിക്കുമായിരുന്നു. ഇപ്പോൾ നല്ല പച്ച നിറത്തിൽ പിടിച്ച് വരുന്നുണ്ട്. നല്ലൊരു മൂട് പിടിച്ച് കിട്ടി. ഇത് കണ്ടോ, ഇതിൽ ഒരുപാട് പിടിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വിളവെടുക്കാം. വെള്ളം എടുക്കാവേ. ഞാനിവിടെ പിടിക്കാം. മതി. നമുക്ക് എടുക്കാവേ. പിടിച്ചോണേ തറേ പോയി. ഇവിടെ നിന്ന് മുറിച്ചങ്ങ് എടുത്താൽ കണ്ടല്ലോ. എന്തായാലും ഇതിനെ ഇവിടെ നിർത്തിയിരിക്കുമോ നമ്മൾ. നാളെ ഞാൻ പറഞ്ഞായിരുന്നു, എവിടുന്നോ കേട്ടതാണേ ഇതിനകത്ത് നിർത്തിയാൽ ഇനിയും പൂവുണ്ടാവുമെന്ന്. എന്തുവായാലും പരീക്ഷിക്കാം. പരീക്ഷണാർത്ഥം ഇത് നിർത്തിയേക്കുക. ഇത് ഇല ഇതിനകത്ത് തന്നെ ഇട്ടെടുക്കും കേസ്. അത് പിന്നെ ഇതിനകത്ത് തന്നെ ചേർന്ന് വളമായി നോക്കട്ടെ. കണ്ടോ, ഹായ് എന്ത് ഭംഗി. വലുതോ നമുക്കിനി ചീര എടുക്കാം. ഇവനെ നോക്കി അങ്ങ് എടുക്കാം. കുറച്ച് മുകളിൽ നിർത്തി. നമ്മളെന്നും പറയുന്ന പോലെ കുറച്ച് മുകളിൽ നിർത്തിയാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോഴും നല്ല എപ്പോഴും. കാരണം അവിടെ നിന്നിട്ട് ഇനി നമുക്കൊരു കുറേ 3-4 തവണയും കൂടെ തോരൻ വെക്കാം. 3-4 അല്ല 5-6 തവണ തോരൻ വെക്കാനുള്ളത് ഈ ചീര തരും. ചീര നമുക്ക് ഒരെണ്ണം എടുക്കാം. ബാക്കി ഞാനീ എടുക്കാം. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഇച്ചിരി ഒന്ന് ലേറ്റായിപ്പോയി. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, വൈകിട്ട് ഇനി അഥവാ എടുക്കേണ്ടി വന്നാൽ ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് ഇവരോട് അനുവാദം ചോദിച്ച് ഇങ്ങനെയൊക്കെയാണല്ലോ പഴമക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. മുറവ് എന്തിയാ പൂക്കുട്ടാ? പൂക്കൂട്ടന് ഇങ്ങനെ വിളവെടുക്കാൻ വേണ്ടി അച്ഛൻ മേടിച്ചു കൊടുത്ത മുറവാണ് ഇത്. 3 മുറത്തിൻ്റെ സെറ്റ് ഇപ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ. ഇവിടെ ഒരു ചീരയുണ്ട്. ഒരു നല്ല ഇനം ചീരയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ബീറ്റ്റൂട്ട് ചീര എന്ന് പറയുന്ന സംഭവമാണേ. നല്ലപോലെ കിളിക്കും. കുറേ നാൾ നിന്നത് കിളിക്കും. നല്ല വലിപ്പവും വെക്കും. ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഞങ്ങളെയും കൂടെ എടുക്കാം. പിന്നെ വേണ്ടേ ഇത് നല്ലൊരു തോരൻ നമുക്ക് കിട്ടും. ഇത് കാബേജ്, അത് നമ്മൾ പണ്ടേ ചെയ്യുന്നതാണ്. കാബേജ് എടുത്തതിന് ശേഷം ഇവിടെ തന്നെ ആ മൂട് നിർത്തിയിരിക്കും. ഇങ്ങനെ കിളിച്ച് വരും. ഇതിനെ മുഴുവൻ എടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇത് വൈകുന്നേരത്തെ സന്തോഷമല്ലേ ഇതൊക്കെ. ഒത്തിരി അധ്വാനം, ഒത്തിരി സന്തോഷം. ഞാൻ അടുത്ത ചീര പ്രാത്താങ്കര ചീര വളർന്നു വരുന്നുണ്ട്. ഇതിന് എല്ലാ മൂട്ടിലേക്കും നമ്മൾ 1-2 വീതം പിന്നെ അതിനെ പിഴുത് നടും. പൂക്കൂട്ടിന് വല്ലതും പറയാനുണ്ടോ അതിനെക്കുറിച്ച്? പ്രാത്താങ്കര ചീര നടണം. ക്യാരറ്റ് ഉണ്ടോ? വലിയ ഇലയൊക്കെ ആയിട്ട് ഭയങ്കര വലിയൊരു ക്യാരറ്റ് ഉണ്ടല്ലോ. ക്യാരറ്റ്, ചീര. ഇനി അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യന്മാരുടെ പുറമേ കാണുന്നത് പോലെയല്ല, ഉള്ളെന്താണെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന പോലെ വലിയൊരു ക്യാരറ്റാണ്. ഇനി എന്താണോ ആവോ, മണ്ണിനടിയിൽ എന്താണോ നമുക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾക്ക് വഴുതന എടുക്കാം. 2 വഴുതനയുണ്ട്. അവിടെ ചീരയുണ്ടോ? അവിടെ നിന്ന്
നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ തന്നെ ഇടാനുള്ളതാണ്. തൂത്ത് കൂട്ടി വെച്ചിരിക്കുക. അപ്പുകൂട്ടി നല്ല അച്ഛനാണെന്ന് തോന്നുന്നത് തൂത്ത് വെച്ചത്. അയാൾ പൂത്ത് പോയി കേട്ടോ. പക്ഷെ ദോഷമൊന്നുമില്ല. പൂത്തപ്പോൾ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇതെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് താഴേക്ക് വീഴും. അത് തൂത്തുവാരി നമ്മൾ ഈ ബാഗുകളിലേക്ക് തന്നെ ഇടും. ഇഷ്ടംപോലെ ചീര നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവരുടെ അടുത്തോട്ട് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അല്ലേ, അത് അനിർവചനീയമാണ്. പച്ചമുളക് കൊടുക്കാം. രാവിലെയൊക്കെ വേണമായിരുന്നു, പക്ഷെ എനിക്ക് ഓടാൻ വയ്യായിരുന്നു ഇങ്ങോട്ട്. അതുകൊണ്ട് രാവിലത്തെ കിഴങ്ങ് മസാല മുളകില്ലാതെ ഞാൻ ഉണ്ടാക്കി. മുളക് കിടപ്പുണ്ടായിരുന്നു, ഫ്രിഡ്ജിലുണ്ടായിരുന്നു, കിറ്റിൽ നിന്ന് കിട്ടിയത്. പക്ഷെ അത് ഇവിടെ ഇതിനെ നിർത്തിക്കൊണ്ട് അത് എടുക്കാനും വയ്യ. പക്ഷേ സമയവും അതിക്രമിച്ചു. ഇപ്പോൾ കുറച്ച് കൂടുതൽ അമിപ്പിച്ചുകൊണ്ട് വെച്ചേക്കാം. അപ്പുകൂട്ടൻ ഇച്ചിരി ഉജ്ജ്വല പിച്ചാ. ഉജ്ജ്വല എന്തോ വിചാരിക്കും, ചേട്ടൻ ഇവിടെ വന്ന് നിന്നിട്ട് എന്നെ ഒന്ന് തൊട്ടില്ലല്ലോ എന്ന് വിചാരിക്കത്തില്ലയോ. ഓ, ഇരുട്ടി തുടങ്ങി. അപ്പുകൂട്ടനെ കാണുന്നില്ല. ഇവിടെയുണ്ട് അപ്പുകൂട്ടൻ. അയ്യോ, കാണാൻ വയ്യാടാ, ഇരുട്ടായി. ഇപ്പം നേരത്തെ ഇപ്പം 6:47 ആയിട്ടുള്ളൂ. പക്ഷെ നല്ല ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞു. ഉജ്ജ്വലനോ? അയ്യോ, അതെന്താ അവന് വല്ലൊരു സുഖം? നല്ല ഇനം തിരിയുന്നതാ. വെള്ളയായോ? എന്തുവാ? മഞ്ഞയാണോ? ഇനി അത് വെള്ളയാവുമായിരിക്കും. ഇത് താഴെ ഒരു കാന്താരി അതുപോലെ ഉണ്ട്. പച്ച കാന്താരി നിൽക്കുന്ന വെച്ചാൽ വെളുത്ത ഒരാളും കൂടെ പിടിച്ചു വരുന്നു. എന്തെല്ലാം അത്ഭുതങ്ങൾ! എന്തോ വലിയ പച്ചമുളക് അവിടെ നിൽക്കുന്ന മൂടിന് ഉജ്ജ്വല ഉണ്ടല്ലോ അവിടെ. ഇവരെല്ലാം വെയിറ്റിങ്ങിലാണ് ഇവിടേക്ക് എടുക്കാൻ. ഇപ്പോൾ എടുക്കണേ, ഇപ്പോൾ എടുക്കുമോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ നിൽക്കുക. ഇതെല്ലാം അറേഞ്ച് ചെയ്യണം. ഇരുട്ടായിപ്പോയി. എന്തായാലും പഴുത്ത് നിൽപ്പുണ്ട് ഉജ്ജ്വല. അതിനെയും കൂടെ പിച്ച. കണ്ട ക്യാപ്സിക്കം ചെറുതായിട്ട് നിൽക്കുന്നു. വളരുമെന്തോ. കണ്ടോ ക്യാപ്സിക്കത്തെ? ഇല്ല, കണ്ടോ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ക്യാപ്സിക്കം ഉണ്ടോ അവിടെ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ഇനിയും കാണാം.